നാളെ ക്രിസ്മസ് ആണ്. എല്ലായിടത്തും ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടെ ഞാനും ഒരുക്കങ്ങൾ തുടങ്ങി. കാരണം നമുക്ക് നാളെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വരും. ആ മരുമക്കളിൽ ഒരാളേ ഉള്ളൂ, ഒരാളില്ല. അപ്പോൾ എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്, 2 പെൺമക്കളാ. ഇളയവൻ വന്നിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും നാളെ വരും. നാളത്തെ ക്രിസ്മസിൻ്റെ പ്രത്യേകത, എല്ലാ ക്രിസ്മസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ മാപ്പിളയുടെ ബർത്ത്ഡേയും കൂടാണ്. അന്ന് ക്രിസ്മസിൻ്റെ അന്നുള്ളതാണ് പുള്ളി. യേശുദേവൻ ജനിച്ച അതേ ടൈമിൽ തന്നെയാണ് പുള്ളിയും ജനിച്ചത്. അത് കാരണം മക്കളും ഞങ്ങളെല്ലാം ഈ കരക്കാർക്കും അറിയാം ഞങ്ങൾക്ക് നല്ല ആഘോഷമാണ്. അപ്പോൾ പിള്ളേരെല്ലാം വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നേ പണി തുടങ്ങിയാലേ എനിക്ക് നാളത്തേക്കെല്ലാം തീരത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീൻ വേവിച്ചുകൊണ്ട് വരാം. ഈ മീൻ എന്ന് പറഞ്ഞാൽ മോത മീനാണ്. ഇതേണ്ട മോത. ഇതിന് മുമ്പും ഞാൻ മേടിച്ച് വേവിച്ചിട്ടുണ്ട്. നല്ല മീനാണ് ഇത്. നമ്മൾ ഒരു മീൻ എടുത്ത് കഷ്ണിച്ച് തരുമല്ല, ഇത് കഷ്ണമാക്കി അവിടെ വെച്ചിരിക്കുവാണ്. ഈ കഷ്ണമാണ് നമുക്ക് തൂക്കി തരുന്നത്. അല്ലാതെ നമ്മൾ ചൂരയൊക്കെ മേടിക്കുന്ന പോലെ, അല്ലെ വരാലൊക്കെ മേടിക്കുന്ന പോലെ ഓടയെടുത്ത് തൂക്കിയിട്ടല്ല തരുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും തരുവാണ്. അപ്പം നമ്മുടെ മീൻ റെഡിയായി. ഇനി നമുക്ക് ബീഫിനുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ക്രിസ്മസിൻ്റെ പർച്ചേസ് എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ആദ്യം തന്നെ ഞാൻ കയറാൻ പോകുന്നത് കേക്ക് കടയിലാണ്. ഹരിപ്പാട്ടൊരു കേക്ക് കടയുണ്ട്, ന്യൂലാൻഡ്. അവിടെ ചെന്ന് കയറാം. രാത്രി വരണം, നല്ല രസമാണ്. എല്ലായിടത്തും നിറയെ ലൈറ്റും. ഇതാണ് ന്യൂലാൻഡ് ബേക്കറി. ഞാൻ തന്നെ ന്യൂലാൻഡ് ബേക്കറിയിലാണ് കഴിക്കുന്നത്. കേക്കോടെ ഒരു മഹാസാഗരം തന്നെയുണ്ട് ഇവിടെ. എന്റെയാ 4 എന്റെയാ. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു പോവാണ്. ഞാനും മോളും കൂടെ. മോളായി മുന്നേ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ മെട്രോയിൽ കയറാൻ പോവുക. മെട്രോ എന്ന് പറയുന്ന ഒരു തുണിക്കടയാണ്. മെട്രോ. സെക്കൻഡ് ഫ്ലോർ, 2ാമത്തെ നിലയോ. അയ്യോ, സ്റ്റെപ്പ് കയറാൻ മാത്രം എനിക്ക് വയ്യാത്തത്. എൻ്റെ ഒരു ശേഖരമാണ് ഇവിടെ. കടയിൽ കയറിയപ്പോഴേ ബനിയനൊന്നും ഒരു ഷേലില്ലായിരുന്നു. പിന്നെ കയറിയതല്ലല്ലോ ആണല്ലോ എന്ന് കരുതി ഒരെണ്ണം എടുത്തു. ഇനിയിപ്പം ഈ കടയിൽ കയറിയിരിക്കുവാണ്. നല്ല ബനിയനുണ്ടോ എന്ന് നോക്കി. നമുക്ക് ആദ്യം തന്നെ ഇപ്പം ബീഫ് വേവിച്ചെടുക്കാം. നമുക്ക് 2 കുക്കറിലായിട്ട് വെക്കണം. ഒരു കുക്കറിൽ തന്നെ ഒക്കത്തില്ലേ. അപ്പം നമുക്കൊരു കുക്കർ അടുപ്പേ വെച്ചിട്ട് ബാക്കി ഇതിനകത്തെല്ലാം മസാലകളും ഇടാം. അപ്പം നമ്മൾ അടുപ്പേ വെച്ച് വേവിക്കാൻ പോവുകയാണ്. മസാലകളൊക്കെ കുറേശ്ശെ ചേർത്ത്. പിന്നെ നമ്മൾ ഇത് ഒലത്തുമ്പോഴേ ബാക്കി ചേർക്കത്തുള്ളൂ. മഞ്ഞൾ പൊടി ഇട്ടു, മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി ഇടരുത്, ഇപ്പം ഇടരുത്, നാളെ ഇടാവുള്ളൂ. ഇതിപ്പം നമ്മൾ ആയിട്ടെല്ലാം തയ്യാറാക്കി വെക്കുന്നതേ ഉള്ളൂ. ഉപ്പ് ചേർത്തു. പിന്നെ ശാലം ഗരം മസാല ഇട്ട് കൊടുക്കുവാണ്. ഗരം മസാല ഇട്ട് കൊടുത്തു. ശാലം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ബീഫ് മസാല, ബീഫിൻ്റെയൊക്കെ നമുക്ക് നാളെ ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അടുപ്പ വെച്ച് വേവിക്കാൻ പോവാണ്. 2 കുക്കറിൽ ഒരുപോലെ വെന്ത് കിട്ടും. നമുക്ക് വെന്ത് അവിടെ വെക്കാമെങ്കിലേ നമുക്ക് നേരം വിളക്കുമ്പോൾ എടുത്ത് ഒലത്തിയാൽ മതിയല്ലോ. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നൊരു കാര്യം, ബീഫിനധികം വെള്ളം ചേർക്കല്ല. ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, ഒരുപാട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ. 1 ഗ്ലാസ് അങ്ങനെയൊക്കെ. 1 ഗ്ലാസ് ഒന്നും ഒഴിക്കരുത്. ഇത്രയൊക്കെ മതി. ഇനി കുറച്ച് ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു പിടി ഇടുവാണ്. ഇനി ബാക്കി നാളെ നമ്മൾ എണ്ണ ഒഴിച്ച് ഒലത്തത്തില്ലേ, അന്നേരമാണ് ബാക്കി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുവാണ്. കൊച്ചുള്ളിയൊക്കെ നമുക്ക് നാളെ ചേർത്താൽ മതി. ഇന്ന് ഈ വേവിക്കുന്നതിനകത്ത് ഇടണ്ട. നാളെ നമ്മൾ എണ്ണ ഇട്ട് വഴറ്റി ബാക്കി മസാലകൾ, കുറച്ച് മസാലകൾ ഇപ്പം ചേർത്തുള്ളൂ. ബാക്കി മസാലകളൂടെ ചേർക്കുമ്പോൾ അന്നേരമാണ് നമ്മൾ ഈ കൊച്ചുള്ളി എല്ലാം ഇട്ട് വഴറ്റിയെടുക്കേണ്ടത്.
അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഇവരുടെ ജോലി ചെയ്യട്ടെ. രണ്ടുപേരും വെന്ത് കഴിയുമ്പോൾ നമ്മളെ വിസിലടിച്ച് വിളിക്കും. അപ്പോൾ എനിക്ക് മുൻവശത്ത് കസ്റ്റമർ വന്നിട്ടുണ്ട്. രാത്രിയാണെങ്കിലും എനിക്ക് കസ്റ്റമർ വരും. അപ്പം ഞാൻ അവരുടെ അടുക്കലോട്ട് ചെല്ലട്ടെ. അപ്പോൾ തന്നെ രണ്ടുപേരും എന്നെ വിളിച്ചു. ഇവരെ ഞാൻ ഓഫ് ചെയ്തിടാൻ പോവാണ്. ഇനി നമ്മൾ രാവിലെ ചെയ്താൽ ബാക്കി പണികൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.